സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടുകയാണ്. 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസമിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. കടുത്ത ചൂട് പാലക്കാടൊക്കെ കത്തി കയറുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം കാലാവസ്ഥയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ചേരുകയാണ്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. എസ് കെ, വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. പ്രത്യേകിച്ച് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാടൊക്കെ സാഹചര്യം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ രീതിയിലേക്ക് പോവുകയാണ്. ഏപ്രിൽ 11 വരെ കേരളത്തിൽ സാധാരണ നിലയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് 41 ഡിഗ്രിയും കൊല്ലത്ത് 40 ഡിഗ്രിയായും താപനില ഉയരുമെന്ന മുന്നറിയിപ്പുണ്ട്. തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കും. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന താപനില, ഈർപ്പമുള്ള വായുവടക്കം മലയോര മേഖലകൾ ഒഴികെയുള്ളിടത്തിൽ ചൂടും അസ്വസ്ഥതയും സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒരു മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. കൂടാതെ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കള്ളക്കടൽ പ്രതിഭാസമാണ്. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, വലിയ കടൽക്ഷോഭം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി. രാത്രി 11:30 വരെ 1 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്നും തീരദേശ മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്കേൻ. താങ്ക് യു ഷഫീദ് റാവുത്തർ.